ഓലി മട്ടലുണ്ട് കൈയും കാലും ഒരു വണ്ടി കൊടുത്തിട്ട് ലേഡീസ് ഉണ്ട് അതിനെ പറയുന്നത്. ഒരു വണ്ടി എടുത്തിട്ട് ഇതുവരെ സർവീസിന് കൊടുത്തിട്ട് ഒരു വിളി പോലും വന്നിട്ടില്ല. ആകെ 5 മാസമായിട്ടുള്ളൂ. സർവീസിന് വിളിച്ചിട്ട് ഫോൺ എടുക്കണമില്ല. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ദയവായിട്ട് ഇവിടുന്ന് വണ്ടി എടുക്കാൻ നിൽക്കരുത്. ഇത് കോഴിക്കോട് ഓഫീസാണിത്. സർവീസ് സെൻറ്ററിലൊക്കെ നമ്മൾ പോകുന്നു. ഇവിടെയൊക്കെ വണ്ടി ഇങ്ങനെ കെട്ടി കിടക്കാണ്. ദയവായത് ഇവിടുന്ന് വണ്ടി എടുക്കാൻ ആരും ശ്രദ്ധിക്കരുത്. വണ്ടി എടുക്കരുത് ഇവിടുന്ന് ആരും. ഒരു വണ്ടി കൊടുത്തിട്ട് നോക്കാനോ വിളിച്ചിട്ട് ഇവിടെ ഫോൺ വിളിച്ചിട്ട് ഫോൺ എടുക്കാനോ ഒരാളില്ല. വെറുതെ നമ്മൾ പൈസ കൊടുക്കാന്നല്ലാണ്ട് ഒരു 1.25 ലക്ഷം റുപ്യ ഇവിടുന്ന് വെറുതെ പോയിട്ടുണ്ട്. ഇവിടെ വെറുതെ രജിസ്റ്റർ ചെയ്ത് വെക്കാന്നുള്ളൂ. ഇവർ വിളിക്കുക ഒരു കാര്യം ചെയ്യണില്ല. വെറുതെ വണ്ടികൾ ഇങ്ങനെ കെട്ടിക്കിടക്കണം. വെറുതെ പൈസ കൊടുത്ത് നിങ്ങൾ ആരും വാങ്ങാൻ നിൽക്കണ്ട. എനിക്കിപ്പോൾ ഒരു 5 മാസം കൊണ്ട് എനിക്ക് 1.25 ലക്ഷം റുപ്യ പോയി കിടക്കാണ്. വണ്ടി ഇവിടുന്ന് ദയവേത് ആരും എടുക്കാൻ നിൽക്കണ്ട. ഇതാണ് അവസ്ഥ. ഞാൻ കൺസ്യൂമർ ഫെഡിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. 1000-ഓളം വണ്ടികൾ ഇവിടെ കിടക്കുന്നുണ്ട്. ഞാൻ ഇപ്പോൾ കൊടുത്തിട്ട് ഒരു വിളിയോ ഒരു കാര്യങ്ങളോ വന്നിട്ടില്ല. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. കണ്ടില്ലേ? അപ്പോൾ നിങ്ങൾ ഇത് ശ്രദ്ധിക്കുക. ദയവേത് കോഴിക്കോട് നിന്ന് നിങ്ങൾ ഓല വണ്ടി പുതിയത് എടുക്കാൻ നിൽക്കണ്ട. ഓക്കെ. കൺസ്യൂമർ ഫെഡിലേക്ക് പരാതി കൊടുക്കാൻ വേണ്ടിയാണ് ഞാൻ ഇപ്പോൾ ഇതിങ്ങനെ എടുക്കുന്നത്. അതന്നെ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ കൊടുത്തിട്ട് ഇവിടെ വിളിക്കാനൊരു നമ്പറില്ല. വിളി തിരിച്ച് വിളിക്കുക അങ്ങനെയും ഇല്ല. എന്താ ഒരു കസ്റ്റമർ അഭിപ്രായം കൂടി കേട്ടോളൂ. വളരെ മോശമാണ്. പറഞ്ഞോളി. വളരെ മോശമാണ്. ഇവിടെ ഉള്ള കോഴിക്കോട് നിന്ന് ഒരാളും വണ്ടി എടുക്കരുത്. കാരണം സർവീസ് പറ്റ മോശമാണ്. അല്ലാത്തൊരവസ്ഥയാണ്. നമ്മളിപ്പോൾ ഒരാഴ്ചൻ്റെ മേലെ ഇതിൻ്റെ മുകളിൽ കൂടെ നടക്കുന്നു. പണി ലീവാക്കി വരെ വന്നിട്ട് ഇവിടുന്ന് ഇതൊന്നും ചെയ്യാനില്ല. എന്താണ് വെറുതെ പൈസ കൊടുത്ത് കണ്ടമാനം പൈസ കൊടുത്തെങ്ങാണ്ട് എടുത്തിട്ടുള്ള അവസ്ഥയാണ് ഇപ്പോൾ ഇത്. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്നുള്ള നമ്മളിപ്പോൾ മാനേജർ ഓഫീസിലേക്കാണ് പോകുന്നത്. മാനേജർ ഓഫീസ് ഇവിടെ ഉത്തരവാദിത്തപ്പെട്ട ഒരാളില്ല. മെയിനായിട്ട് മാനേജർ ഓഫീസിലേക്ക് പോയിട്ട് മാനേജർ വരെ ഇല്ല. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഇനിയിപ്പോൾ നമ്മൾ ആരോടാണ് പരാതിപ്പെടേണ്ടത്, ഇത് എന്താ ചെയ്യേണ്ടത് എന്നുള്ള ഒരു പിടുത്തമില്ലാണ്ട് നിൽക്കുകയാണ്. ഒന്ന് ചോദിച്ചു നോക്കാം എന്താണ് മൂപ്പർ അഭിപ്രായം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാം. സാർ ഇവിടെ ഒരു വണ്ടി കൊടുത്തിട്ടുണ്ട്, ഒരാഴ്ചയായി. എന്താ ചെയ്യേണ്ടത് നമ്മൾ? പിന്നെ ഇത് ആരോടാ ചോദിക്കേണ്ടത്? കണ്ട നമ്മളിപ്പോൾ മാനേജർ ഉണ്ടല്ലോ. എവിടെയാണുള്ളത്? ഉള്ളിൽ എവിടെയാണുള്ളത്? അതാണോ? അവിടെ ഇല്ല, അവിടെ ആളില്ലല്ലോ. കാണില്ലേ? ഇതാണ് അവസ്ഥ. മനസ്സിലായേ? അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക. വണ്ടി ഇനി പുതിയത് ദയവേത് ആരും എടുക്കാൻ നിൽക്കരുത്. എടുത്തോലും ഇങ്ങനെ കൊടുങ്ങും. ഒരു മാസമായിട്ടുള്ള അവസ്ഥ ആണ്. 30 ഒരു മാസമായിട്ടില്ല. കണ്ടില്ലേ? ഇതൊക്കെയാണ് അവസ്ഥ. രണ്ടാൾ ഒന്നിച്ചെടുത്തതാണ്. 1.25 ലക്ഷം റുപ്യ കൊടുത്തങ്ങാണ്ട് വെറും 5 മാസമായിട്ടുള്ളൂ. വെറും എൻ്റെ 5 മാസമായിട്ടുള്ളൂ. 4 അടവ് അടിച്ചിട്ടുള്ളൂ. കണ്ടില്ലേ? 18 ദിവസമായി 18 ദിവസമായി 22 ദിവസമായി. എന്താണ് ഇത്? ആരോടാണ് എന്താണ് ചെയ്യേണ്ടതെന്നുള്ള ഒരു പിടുത്തം കിട്ടണില്ല. ഇവിടെ ഇയാളോട് ചോദിച്ചു കഴിഞ്ഞാൽ മൂപ്പര് മാനേജർ കാണാം. മാനേജറോട് ചോദിച്ചിട്ട് മാനേജർ ഇവിടെ ഇല്ല. ഇനിയിപ്പോൾ ആരോടാ ചോദിക്കേണ്ടത് എന്താ ചെയ്യേണ്ടതെന്നുള്ളൊരു പിടുത്തമില്ല. കടലുണ്ടിൽ നിന്ന് ഇവിടെ എത്തും. വണ്ടി ഓട്ടോറിക്ഷ കയറ്റി കൊണ്ടുവന്നിട്ട് ഇവിടെ ഇപ്പോൾ ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരാളില്ല. ഇതാണ് അവസ്ഥ. ദയവ് ചെയ്ത് ആരും തന്നെ കോഴിക്കോട് ജില്ലയിൽ നിന്ന് വണ്ടി എടുക്കാൻ നിൽക്കരുത്. കോഴിക്കോട് ഷോറൂമിൽ നിന്ന് ഓല വണ്ടി എടുക്കാൻ ആരും ശ്രമിക്കും. ഇതാണ് അവസ്ഥ. ഇവിടുത്തെ അവസ്ഥ ഇവിടുത്തെ അവസ്ഥ എന്താന്ന് വെച്ചാൽ മാനേജർമാരൊന്നും ഒരു കാര്യത്തിൽ ഒരു സാധനം തരുന്നില്ല. ഫുൾ അവസ്ഥയാണ്. വണ്ടികൾ മൊത്തം അവിടെ കിടക്കാൻ, മഴയും വെയിലും കൊണ്ട് പുറത്ത് കിടക്കാൻ സാധനങ്ങൾ മുഴുവൻ. ഇവർക്ക് ഒരു ഉത്തരവാദിത്തം ഒന്നും അവർ ചെയ്യുന്നില്ല. ഇന്ന് വണ്ടിയില്ല, ഞങ്ങൾ ഇവിടുന്ന് പോകുന്ന പ്രശ്നമേ ഇല്ല.
ഇതാണ് അവസ്ഥ, കണ്ടില്ലേ? ഇതാണ് ഇവിടുത്തെ ഷോറൂം. പറഞ്ഞു കഴിഞ്ഞാൽ പുറത്ത് കസ്റ്റമർ കണ്ടില്ല, കസ്റ്റമർ ഞങ്ങളെടുക്കല്ലേ, ഇവിടെ എടുക്കല്ലോ, നിങ്ങളെടുക്കല്ലേ ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഇവിടുത്തെ അവസ്ഥ എന്റെ വീഡിയോ